ട്രെയിനീസ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. വേറെ ആരുടെ അനുഭവമല്ല, എന്റെ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു പുതിയ ഹോട്ടലിൽ, നമ്മളല്ല ഞാൻ പുതിയൊരു ഹോട്ടലിൽ പോകുമ്പോൾ നമ്മള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് കാണിക്കാൻ വേണ്ടി ഓവർ പണിയെടുക്കാൻ തോന്നും. തുടക്കത്തെ ആദ്യത്തെ ഒരു ആവേശം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് പേസ്ട്രി ആണെങ്കിൽ പോലും എന്റെ ഹോട്ടലിലെ ആ സാഹചര്യം കൊണ്ട് ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റൂം സർവീസിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പൊ എന്താ എളുപ്പ പരിപാടി, 10:30 ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ പണിയില്ല. എന്റെ പണിയൊക്കെ കഴിഞ്ഞു, ഇത് കൊള്ളാലോ ഈ പരിപാടി എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചെങ്കിലും പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലായത്. അത് ഞാൻ ആ ഹോട്ടലിൽ വന്നതിന്റെ തുടക്കം കണ്ടുള്ള പണി കുറവായിരുന്നു. പിന്നീട് അങ്ങ് പണി കൂടി, എന്റെ ചുമതലകൾ കൂടി. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ടൈമില് പണിയില്ലാഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യും, ഹാർഡ് വർക്കിംഗ് ആണല്ലോ, പുതിയ കേളല്ലേ, എല്ലാ കിച്ചണിലും കയറായിരിക്കും. ശെൽവേ ഹെൽപ്പ് വേണോ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്താൻ കേട്ടോ എന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. ഈ വടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറയില്ലേ, ആ ഒരു ഇതാ. പിന്നീട് അങ്ങോട്ട് എന്റെ ചുമതലകൾ കൂടി. ഞാൻ ഏത് കിച്ചന്റെ ഫ്രണ്ടിൽ പോയാലും പൂജ പൂജ അതെടുക്ക പൂജ, ഇതെടുക്ക പൂജ. ഒരു ദിവസം ഞാൻ ഒരു 100 വട്ടം ഒരു പൂജ വിളിക്കും. സത്യം പറഞ്ഞ ഞാൻ എന്റെ പേരേ വെറുത്തുപോയി. എനിക്കപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ ഒരു കിച്ചണിൽ പോയിട്ട് അത് പഠിക്കാൻ നോക്കുക. അതല്ലാണ്ട് നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ ഭയങ്കര ആത്മാർത്ഥ പണിയെടുക്കണമെന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ പണി കൂടുമ്പോൾ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആളായിക്കോളും. അപ്പൊ പിന്നെ ഞാൻ അത് ഓപ്പൺ ആയിട്ട് എല്ലാരോടും പറഞ്ഞ് എനിക്ക് ഇത്തിരി പൂജവിളി ഇന്ന് ഇത്തിരി ശമനം കിട്ടി. അപ്പൊ ഇത് ട്രെയിനീസിന് കയറാൻ പോകുന്ന പിള്ളേര് പ്രത്യേകം ഇത് നോട്ട് ചെയ്തോളി.